കാരണം ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളിലും ഒരു പബ്ലിക്കിൻ്റെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് വിൻ ചെയ്യാൻ പറ്റാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഒരു സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ ഫ്യൂച്ചർ, നമ്മൾ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ വളരെ അനിവാര്യമാണെന്ന് കരുതുന്നു അല്ലേ? അതിനെന്തൊക്കെ മാറ്റം നമ്മൾ വരുത്തണം ഈ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കോൺഫിഡൻസ് വിൻ ചെയ്യാൻ, ഈ ഒരു അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി? നിങ്ങൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ മുഴുവൻ ഡീറ്റെയിലും അറിയാൻ പറ്റുമല്ലോ. നിങ്ങളോട് വന്ന് ആരെങ്കിലും ചോദിക്കും ഇത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ ഇതെന്താണെന്ന്? നിങ്ങൾ പറയുമല്ലോ, കാരണം നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങളുടെ ലൈഫാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ, നിങ്ങളുടെ ഡ്രീമാണ്, എല്ലാമാണ്. ഗവൺമെൻറ്റിനും അത് ആകണം. നാട്ടുകാരുടെ പണമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നാടിനൊരു നേരത്തെ പറഞ്ഞതുപോലെ ഇക്കോണമി ഷൂട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, നാടിന് മാറ്റം വരുത്താൻ വേണ്ടി. ഇതിൽ നിന്ന് പണം കിട്ടിയിട്ട് വേണം വേറെ വെൽഫെയർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കീംസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ള ചിന്ത വേണം. ഉദ്യോഗസ്ഥന്മാർ മോശമെന്നല്ല ഞാൻ പറയുന്നത്, തയ്യാറാക്കി കൊണ്ടുവരുന്ന റിപ്പോർട്ടിൻ്റെ അടിയിൽ ഒപ്പുവെക്കാനല്ല ജനപ്രതിനിധികൾ. അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം അവരോട്. എന്താണ്, എങ്ങനെയാണ്, എന്താണ്, ഇങ്ങനെ വന്നാൽ എന്തു പറ്റും? നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, എന്നിട്ട് അവരെ കറക്റ്റ് ചെയ്യണം. അവർ പറഞ്ഞിരിക്കുന്ന തെറ്റായ കാര്യങ്ങളെ മാറ്റി എഴുതിച്ചു കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ എക്സ്പേർട്സിനെ നമ്മൾ അവൈൽ ചെയ്യണം, നമുക്ക് അറിയാൻ പാടില്ലാത്ത വിഷയത്തിൽ അവൈൽ ചെയ്യണം, അവരെ കൂടി നമ്മൾ ഉപയോഗിക്കണം. എന്നിട്ട് നമ്മുടെ ഒരു കൺവിക്ഷൻ എത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല, ഇതിന് തെറ്റിദ്ധാരണയാണ് സമയം എടുക്കുന്നത്. അത് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് പോലെ ഇരിക്കും. നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 10 ദിവസം കൊണ്ട് തീർക്കേണ്ട കാര്യം 24 hours കൊണ്ട് നമുക്ക് തീർക്കാം. അതിൽ ചെയ്തിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക. ഇപ്പോൾ കേരളയിൽ അവതരിപ്പിച്ചപ്പോൾ അത് ഉണ്ടായില്ല, ആ ക്ലാരിറ്റി ഉണ്ടായില്ല. പിന്നെ ഏതോ ഹരിയാനയിലെ ഏതോ ഒരു കമ്പനി തട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന പ്രോജക്റ്റാണ്. അത് വായിച്ചാൽ ഞാൻ ലേമാനാണ്, ഞാൻ എക്സ്പേർട്ടല്ല, ഐ എം നോട്ട് ആൻ എക്സ്പേർട്ട് ഒരു സബ്ജക്റ്റിലും. ലേമാനായ എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അബദ്ധം എഴുതി വെച്ചേക്കണത്. അപ്പോൾ അത് ആരും ഒരു സ്ക്രൂട്ടിനി പോലും നടത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥ തലത്തിലൊന്നും ആ DPR വായിച്ചിട്ടില്ല. ഞാൻ നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ഈ 200 കിലോമീറ്റർ ദൂരം 2 വശത്തും മതിൽ കെട്ടണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം അങ്ങനെ ഒരു സംഭവം അതിൻ്റെ അകത്ത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വായിച്ച ഓർമ്മയുണ്ടായതുകൊണ്ട് എൻ്റെ മഹാഭാഗ്യത്തിന് ഞാൻ ആ പേജ് നമ്പർ പറഞ്ഞു. DPRലെ ഇത്രാമത്തെ പേജിൽ ഒന്ന് നോക്കുക, അതിൻ്റെ പിക്ചർ വരെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് കമ്പിവേലി കെട്ടിയാലും സാധാരണ മതിൽ കെട്ടിയാലും ഉള്ള 2 പിക്ചർ കൂടി കൊടുത്തിട്ട് അത് കമ്പയർ ചെയ്തിട്ട് ഇതാണ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞ് കമ്പിവേലി അല്ലാത്ത മതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായി? ഞാൻ പറഞ്ഞല്ലോ, ലേമാൻ എന്നുള്ള നിലയിൽ നോക്കിയപ്പോൾ പോലും നമുക്ക് അത് പ്രാക്ടിക്കൽ അല്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചത്. നമുക്ക് ആ ഒരു എക്സ്പേർട്ടൈസ് നമ്മുടെ ചുറ്റും എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്, നമുക്ക് അതിനുള്ള ആളുകളുണ്ട്, നമ്മൾ അവരെ നന്നായിട്ട് ഉപയോഗിക്കണം. നമുക്ക് എന്തുമാത്രം പുതിയ കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോസ്റ്റൽ ഷിപ്പിങ്ങിലും ഏവിയേഷൻ്റെ കാര്യത്തിലുമൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ കിട്ടിയ എന്തുമാത്രം ഇൻഫർമേഷൻസ് ആണെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ കാര്യവും ദുബായ് എയർപോർട്ട് UAEയുടെ ഈ ദുബായിയുടെ GDPയിലേക്ക് 28% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 28% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു ടോം പറഞ്ഞു ട്രാൻസിഷൻ ഹബ്ബാണ്, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞു. നമ്മൾ സിംഗപ്പൂർ പോയപ്പോൾ സിംഗപ്പൂർ ഒരു പോർട്ട് സിറ്റിയാണ്. ഞാൻ അമേരിക്കയിലെ സിയാറ്റിൽ പോയപ്പോൾ സിയാറ്റിൽ ഈസ് എ പോർട്ട് സിറ്റി. 10 കൊല്ലം മുമ്പ് പോയതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ നമ്മുടെ ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്തു. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, എനിക്കൊരു ദിവസം ഒരു ഫ്രണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരു പാക്കറ്റ് വിയറ്റ്നാമിൽ പോയപ്പോൾ കൊണ്ടുവന്നു, ഒരു ചെറിയ പാക്കറ്റ്, ഭയങ്കര മനോഹരമായൊരു പാക്കിങ്. ഞാനപ്പോൾ ഒരു കത്രിയൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാനുള്ള എന്താണെന്ന് മനസ്സിലായി. നോക്കിയപ്പോൾ എന്താണെന്ന് അറിയോ, നമ്മുടെ ചക്കച്ചുള. സത്യം, ഒന്നുകൂടി വാല്യൂ ആഡ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. ഒന്നുകൂടി എൻ്റെ വീട്ടിൽ ചക്ക വീണു പോവുകയാണ്, ഒരുപാട് സ്ഥലത്ത് ചക്ക വീണു പോവുകയാണ്. അവിടെ അവർ ആ വീണു പോകുന്ന ചക്ക എടുത്ത് വാല്യൂ ആഡഡ് പ്രോഗ്രാം തയ്യാറാക്കി അത് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയച്ച് നമ്മളെ ഞെട്ടിക്കുകയാണ്. ഇപ്പോൾ ടീ പ്ലാന്റേഷൻസ് മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ് ആണല്ലോ. പ്ലാന്റേഴ്സിൻ്റെ അടുത്ത ജനറേഷൻ UK ജർമ്മനിയിലേക്കും ഒക്കെ പോവുകയാണ്. കാരണം അവർക്ക് നിൽക്കാൻ താല്പര്യമില്ല. അതൊരു വരുമാനമില്ലാത്ത സംഭവമാണ്. അവിടുത്തെ ലയങ്ങളിലെ തൊഴിലാളികൾ പട്ടിണിയാണ്. നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. അവിടെ അവക്കാഡോയും റംബുട്ടാനും അടക്കമുള്ള ഭയങ്കര വിലപിടിപ്പുള്ള ഫ്രൂട്ട്സ്, ലോക മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് പോസിബിലിറ്റി ഉള്ള ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന സ്ഥലം.
നമുക്ക് ഇപ്പോൾ അത് ഇവിടെ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ചെറിയ തോതിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് എ പ്ലാന്റേഷൻ ക്രോപ്പ്. നമുക്ക് ലാൻഡ് റീഫോംസ് ആക്ടിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. മുഴുവൻ വേണ്ട, 1/3 ഈ പൂട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലെ കൃഷി സ്ഥലത്ത് ഈ ഫ്രൂട്ട് പ്ലാന്റ് കൂടി വളർത്താനുള്ളൊരു അനുമതി കൊടുത്താൽ ഈ ഫ്രൂട്ട് പ്ലാന്റ് വളർത്തി അവർ ലാഭം ഉണ്ടാക്കും. മറ്റേ ടീ പ്ലാന്റേഷൻ സക്സസ് ആവും. ലയത്തിലെ തൊഴിലാളികളുടെ പട്ടിണി മാറും. ആ ബിസിനസ് നമുക്ക് ലൈവാവും. അതിൻ്റെ കൂടെ അതിൻ്റെ വാല്യൂ ആഡർ കൂടി ഈ ചെയ്യുന്ന റംബുട്ടാനും അവക്കാഡോ ഉൾപ്പെടെയുള്ള ഈ ഫ്രൂട്ട്സിൻ്റെ ഒരു വാല്യൂ ആഡർ കൂടി ചെയ്താൽ നമുക്ക് ആ മേഖലയെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുക. കൈ പിടിച്ചിട്ട് എവിടെയാണിത് തളർന്നു കിടക്കുന്നത്, എവിടെയാണ് അവശമായി കിടക്കുന്നത്, അവിടെയെല്ലാം കൈ പിടിച്ച് നമ്മൾ ഉയർത്തണം.